നിദ്ര മഹാദേവന്റെ കാറിൽ നിന്നും ഇറങ്ങി ഗേറ്റ് കടന്ന് കോളേജിലേക്ക് നടക്കുകയായിരുന്നു. ഇപ്പോഴും മഹാദേവൻ തന്നെയാണ് അവളെ കോളേജിലേക്ക് വിടുന്നത്. അത്രയ്ക്കും തിരക്കുണ്ടെങ്കിൽ മാത്രമാണ് ഡ്രൈവറെ ഏൽപ്പിക്കുക. മാത്രമല്ല, ഇപ്പോൾ കോളേജ് വിട്ട് 1 മണിക്കൂർ നിദ്ര ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്. അവളെ കാത്തുനോണം ബൈക്കിന് മുകളിൽ ഒരു മഴമരത്തിൻ്റെ കീഴിലായി ഇരിക്കുന്ന ഇന്ദ്രജിത്തിനെ കണ്ണും നട്ട് നോക്കിയിരിക്കുകയായിരുന്നു മേഘ്ന. അവൾക്കൊപ്പം തന്നെ മെറിനുമുണ്ട്. മേഘ്ന, നീ ഇതൊന്ന് നോക്കിക്കേ. മെറിൻ കാണിച്ചു കൊടുത്തൊരു വീഡിയോയിലേക്ക് മേഘ്നയുടെ ശ്രദ്ധ പോയി. അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ ഇവളെ നല്ല കണ്ടു പരിചയമുണ്ടെന്ന്. നീ നന്നായിന്ന് നോക്കിക്കേ, ഇത് അവള് തന്നെയല്ലേന്ന്. കോളേജിലൊക്കെ പരക്കെ സംസാരമുണ്ട്. മെറിൻ സൂം ചെയ്ത് കൊടുത്ത വീഡിയോയിലേക്ക് മേഘ്ന സൂക്ഷ്മമായി കണ്ണുകൾ നട്ടു. അത് നിദ്ര തന്നെയാണ്, അവൾക്കുറപ്പായിരുന്നു. രുദ്രൻ്റെ വധുവായി അവനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിലും അവനൊപ്പം ഹോട്ടൽ വെച്ച് പിടിച്ചപ്പോഴുള്ള ഫോട്ടോകൾ കണ്ടാലറിയാം അത് നിദ്ര തന്നെയാണെന്ന്. ഇവൾ ആക്ടർ രുദ്രദേവിൻ്റെ ഭാര്യ ആയിരുന്നു. ആ നിദ്ര തന്നെയാണോ ഇത്? എന്നിട്ട് അവൾ എന്തായി താലിയും സിന്ദൂരവും ഒന്നും ഇടാതെ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളെ പോലെ നടക്കുന്നത്? മെറിൻ അത്ഭുതത്തോടെ ചോദിച്ചു പോയി. മേഘ്നയ്ക്ക് ഒരേ സമയം നിദ്ര രുദ്രദേവിൻ്റെ ഭാര്യയാണെന്നോർത്ത് അസൂയയും ആശ്വാസവും തോന്നി. ഇന്ദ്രജിത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അറിയാം നിദ്രയോട് അവനോടുള്ള പ്രണയം. അത് മേഘ്നയെ ഓരോ തവണയും അസ്വസ്ഥയാക്കിയിരുന്നു. എല്ലാം വരുത്തി തീർക്കാൻ കാരണം താൻ കൂടിയാണല്ലോ എന്നോർത്തപ്പോൾ ക്ഷമിക്കുന്നതാണ്. ഇനിയും ഇന്ദ്രജിത്തിൽ തനിക്കൊരു പ്രതീക്ഷയുണ്ടെന്ന് തോന്നിപ്പോകുന്നു. പ്രത്യേകിച്ച് നിദ്ര മറ്റൊരുത്തൻ്റെ ഭാര്യയാണെന്നറിഞ്ഞത് ഇന്ദ്രജിത്ത് പിന്മാറും, തന്നിലേക്ക് തന്നെ തിരികെ വന്നേക്കുമെന്നൊരു നേരിയ പ്രതീക്ഷ. എങ്കിലും ഒരു സിനിമാ നടൻ്റെ ഭാര്യ എന്ന നിലയിൽ നിദ്രയോട് അസൂയയും. ഇത് അവൾ തന്നെ എനിക്കുറപ്പാണ്, പല്ലഞ്ഞരിച്ചുകൊണ്ട് മേഘ്ന പറഞ്ഞു. എന്നിട്ട് ഇവൾ എന്താ ഒന്നും അറിയാത്തതുപോലെ നടക്കുന്നത്? ആർക്കറിയാം. അന്നേരം അവളുടെ കണ്ണുകൾ നിദ്രയുടെ പിറകെ ഓടിയെത്തുന്ന ഇന്ദ്രജിത്തിലായിരുന്നു. നിദ്ര, ഉറക്കെ വിളിച്ചിട്ടും വിളി കേൾക്കാത്ത പോലെ അതിദ്രുവം കാലുകൾ ചലിപ്പിച്ച് തന്നിൽ നിന്നും ഒളിച്ചോടുന്ന പെണ്ണിൻ്റെ പിറകെയാണ് ഇന്ദ്രജിത്ത്. അവനറിയാം അവളുടെ ആ തിരക്ക് തന്നെ ഒഴിവാക്കാനാണെന്നതും. പക്ഷേ അതിലും ഒരു ത്രില്ലുണ്ടായി അവന്. ഇങ്ങനെ പിടിതരാതെ നടന്ന അവസാനം കയ്യിലെത്തുമ്പോഴാണ് പ്രണയത്തിന് അതിമധുരമെന്ന് അവന് തോന്നി. അല്ലാതെ നോക്കുന്ന ഉടനെ പ്രേമത്തിൽ വീണുപോയ മേഘ്നയെ പോലെയല്ല. എങ്കിലും 2 വട്ടവും വിളിച്ചിട്ടും നിദ്ര നിൽക്കാതെ പോകുന്നത് കണ്ടപ്പോൾ അവന് ദേഷ്യമായി. എന്തൊരു പെണ്ണാണിത്! ഇതെല്ലാം കണ്ട് അവരിൽ നിന്നും ഒരുപാട് ദൂരെ മാറി അവരെ ശ്രദ്ധിച്ചൊരുവനുണ്ടായിരുന്നു. നിദ്രയെ ശ്രദ്ധിക്കാനും അവൾ കാലിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാനും രുദ്രൻ ഏർപ്പാടാക്കിയ അവൻ്റെ ആളുകൾ. അവരെല്ലാ കാര്യങ്ങളും സ്പോട്ടിൽ രുദ്രനെ അറിയിച്ചുകൊണ്ടിരുന്നു. ഒന്ന് നിൽക്കൻ്റെ പെണ്ണേ. ഇന്ദ്രജിത്ത് പെട്ടെന്നൊരു തോന്നൽ നിദ്രയുടെ കയ്യിൽ പിടിച്ച് അവളെ തടഞ്ഞു നിർത്തി. നിദ്ര ഞെട്ടലോടെ അവൻ പിടിച്ച് തൻ്റെ കയ്യിലേക്കും ചുറ്റുമായി മാറി മാറി നോക്കി. എന്താ ഇന്ദ്രജിത്ത് ഈ കാണിക്കുന്നത്? കൈവിട്. വിടാൻ. ഇല്ലെങ്കിലോ? ഒരു കുസൃതി ചിരിയോടെ അവനത് പറയുമ്പോൾ ആ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം മാത്രം തെളിഞ്ഞു കണ്ടിരുന്നു നിദ്ര. അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ഭയവും. ബലമായി തന്നെ നിദ്ര അവൻ്റെ കൈകൾ തന്നിൽ നിന്നും അടർത്തി മാറ്റി. അവളുടെ മുഖവും കണ്ണുകളും ദേഷ്യത്താൽ ചുവന്നു വന്നിരുന്നു. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാതെയും എന്നിട്ട് ദേഷ്യപ്പെടാൻ വാ. ഇന്ദ്രജിത്ത് അവളുടെ മുന്നിലായി കൈകെട്ടി നിന്നു. നിദ്ര അവൻ പറയുന്നതെല്ലാം കേൾക്കാൻ തയ്യാറുള്ള അവസ്ഥയിലായിരുന്നില്ല. ഇന്ദ്രജിത്ത്, എന്താ വേണ്ടത്? ഒരിക്കൽ ഞാൻ കാരണം പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വാതിൽക്കൽ നിന്ന് ഓർക്കുന്നുണ്ടോ? ഇനിയും അത് വേണ്ടെങ്കിൽ മുന്നിൽ നിന്ന് മാറി നിൽക്ക്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞാലും അദ്ദേഹം കേട്ടെന്ന് വരില്ല. നിദ്ര വീറോട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവളോടുള്ള അത്ഭുതവും ആരാധനയും ഇപ്പോൾ ഇന്ദ്രജിത്തിൽ അനുനിമിഷം വർദ്ധിച്ചു വരികയായിരുന്നു. ഞാൻ തന്നോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ലേ ശ്രമിക്കുന്നേയുള്ളൂ. താൻ എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നത്? ഞാനിവിടെ പഠിക്കാനാണ് വന്നത്. കുറച്ച് മാസങ്ങൾ മാത്രമേ ഞാനിവിടെ കാണുകയുള്ളൂ. എനിക്കതുകൊണ്ട് കൂട്ടുകൂടി നടക്കാൻ സമയമില്ല. പഠിക്കാനാണ് വന്നിരിക്കുന്നത്. നിദ്ര തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കുറുമ്പോടെ ഇന്ദ്രജിത്ത് അവളുടെ കയ്യിൽ പിന്നെയും പിടുത്തമിട്ടു. അവൾ തന്നെ കേൾക്കണമെന്നൊരു ചെറിയ വാശി ഇത്തവണ അവനിൽ ഉണ്ടായിരുന്നു. അതേസമയം പുറത്ത് പാർക്ക് ചെയ്തിരുന്ന രുദ്രൻ്റെ കാറ് കോളേജിൻ്റെ അകത്തേക്ക് ഇരച്ചു കയറി വന്നു. രാവിലെ മുതൽ നിദ്രയെ ഒരു നോക്ക് കാണാനായി അവൻ കാത്തുകെട്ടി കിടക്കുകയായിരുന്നു. നിദ്രയുടെ കയ്യിൽ പിടുത്തമിട്ടിരിക്കുന്ന ഇന്ദ്രജിത്തിൻ്റെ കരങ്ങൾ കാണെ കത്തുന്ന ദേഷ്യവുമായി അവൻ്റെ വരവ്. അവർക്ക് മുന്നിൽ വണ്ടി പാർക്ക് ചെയ്ത് രുദ്രൻ കാറ്റുപോലെ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി. മുഖത്തൊരു സ്കാർഫ് വലിച്ചു കെട്ടാൻ അവർ മറന്നിരുന്നില്ല. എടാ,
അലർച്ചയോടെ തങ്ങൾക്ക് നേരെ അടുക്കുന്ന ആ തീക്ഷ്ണമായ കണ്ണുകളുടെ ഉടമ രുദ്രനാണെന്നറിഞ്ഞതും നിദ്ര ഞെട്ടി പകച്ചുപോയി. രുദ്രന്റെ കൈകൾ ഇന്ദ്രജിത്തിന്റെ മുഖത്ത് പതിയും മുന്നേ തന്നെ അവന്റെ കൈകളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് രുദ്രന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിന്നിരുന്നു നിദ്ര. ഇന്ദ്രജിത്തിനെ തല്ലാൻ ഉയർത്തിപ്പിടിച്ച കൈകൾ വായുവിൽ വിശ്രമിക്കെ രുദ്രന്റെ ഹൃദയത്തിൽ ഒരു തണുപ്പ് വീണു. വേണ്ട ദേവേട്ട, അടിക്കല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, അവനൊരു പാവമാണ്. അവന്റെ നെഞ്ചിൽ മുഖമർത്തി അവനെ കെട്ടിപ്പിടിച്ച് നിദ്ര പറഞ്ഞു. അന്നേരം അങ്ങനെ ചെയ്താൽ മാത്രമേ അവൻ അടങ്ങുകയുള്ളൂ എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. രുദ്രൻ കൈകൾ താഴ്ത്തി ഇടം കൈകൊണ്ട് അവളെ അരക്കെട്ടിൽ കൈകൾ അമർത്തി ദേഹത്തോട് ചേർത്ത് പിടിച്ചു. എല്ലാം കണ്ട് രസിച്ചു നിൽക്കുകയായിരുന്ന മേഘ്ന ഇതിനോടകം ആരാണ് വന്നതെന്ന കാര്യത്തിൽ ഏകദേശം ഒരു ഊഹം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഒരു ഞെട്ടലിൽ നിൽക്കുകയായിരുന്നു ഇന്ദ്രജിത്ത്. അവന് സ്കാർഫിൻ്റെ അകത്തുള്ള മുഖം തിരിച്ചറിയാൻ സാധിക്കും മുന്നേ തന്നെ നിദ്രയെ വലിച്ച് കാറിലേക്കിട്ട് രുദ്രൻ പുറത്തേക്ക് പാഞ്ഞു പോയിരുന്നു. ദേവേട്ട, എങ്ങോട്ടേ പോകുന്നത്? എനിക്ക് ക്ലാസ് ഉണ്ട്. അവൻ്റെ നേർക്ക് ചെരിഞ്ഞിരുന്നിട്ട് പരിഭ്രമത്തോടെ നിദ്ര പറഞ്ഞു. രുദ്രൻ അവളെ തെല്ലും ശ്രദ്ധിക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല. കത്തുന്ന ദേഷ്യം മാത്രമായിരുന്നു അവൻ്റെ കണ്ണുകളിൽ. ആളൊഴിഞ്ഞൊരു പാർക്കിൽ കൊണ്ടു ചെന്നവൻ കാറ് നിർത്തി. എന്നിട്ടവൻ ആദ്യം ചെയ്തത് നിദ്രയെ വലിച്ച് തൻ്റെ മടിയിലേക്ക് ഇട്ടിട്ട് അവളുടെ പിൻകഴുത്തിൽ കൈ അമർത്തി പിടിച്ച് തന്നിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. നിദ്ര അവനെ തടഞ്ഞില്ല. ആ മാത്രയിൽ അവളും അത് ആഗ്രഹിച്ചതുപോലെ. അവൻ്റെ ഒരു കരം അവളുടെ ഇടുപ്പിൽ അമരുമ്പോൾ ചുണ്ടുകൾ തമ്മിൽ മത്സരിച്ച് തുടങ്ങിയിരുന്നു. അവളുടെ കൂമ്പിയ കണ്ണുകൾ പാതിയടഞ്ഞ താമരമുട്ടുപോലെ അവയവനെ കൂമ്പിയടഞ്ഞു മെല്ലെ തുറന്നു രുദ്രനെ മത്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. സാരിയുടെ വിടവിലൂടെ കൈകൾ അവളുടെ വയറിൽ നിന്നും മാറിലേക്ക് വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങിയതും നിദ്ര പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി ശക്തിയായി കിതച്ചു. അപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്നോർത്ത് രുദ്രൻ ഞെട്ടിയത്. അവളുടെ കൂർത്ത കണ്ണുകളെ നേരിടാൻ വയ്യാതെ രുദ്രൻ തല താഴ്ത്തി. നിദ്രയ്ക്ക് ആ നിമിഷത്തിൽ ചിരിയാണ് വന്നു പോയത്. നിങ്ങളെന്നെ തുടരുത്, അതിനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്നൊക്കെയുള്ള വാചകങ്ങൾ മനസ്സിലായി അലയടിച്ച് കേൾക്കാം. എങ്കിലും അന്നേരം ഒന്നും പറഞ്ഞവനെ വിഷമിപ്പിക്കാൻ അവൾക്ക് തോന്നിയില്ല. ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല, തിരികെ പോകണം, നിദ്രമെല്ലെ പറഞ്ഞു. അതിനോടകം അവൻ്റെ മടിയിൽ തന്നെ ഇരുന്നിട്ട് അവൾക്കിറങ്ങാൻ തോന്നിയിരുന്നില്ല എന്നതാണ് സത്യം. അവളുടെ ചൂടുള്ള നിശ്വാസം മുഖത്താകെ അലയടിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടിരുന്നു രുദ്രൻ. എന്തേ, നിനക്കൊന്നും പറയാനില്ലേ? എന്നെ തുടരുത്, ഞാൻ നിങ്ങളുടെ ആരുമല്ലെന്നൊക്കെ. രുദ്രൻ അത് അവളോട് അങ്ങോട്ട് ചോദിച്ചപ്പോൾ നിദ്ര വിരണ്ടുപോയി. അവളുടെ കണ്ണുകൾ പിടയുന്നത് രുദ്രൻ കുറുമ്പോടെ നോക്കിയിരുന്നു. ഒരു സ്നേഹലാളനം അവനിൽ നിന്നും അപ്പോൾ അവൾക്ക് അത്യാവശ്യമായിരുന്നു എന്ന് എങ്ങനെ പറയും? അത്രയ്ക്കുണ്ടായിരുന്നു അവനില്ലായ്മയിൽ ഉഴറുന്ന നിദ്രയുടെ മനസ്സിൻ്റെ വേദന. താലിയിട്ടില്ലെങ്കിലും സിന്ദൂരം അണിഞ്ഞിട്ടില്ലെങ്കിലും ഭാര്യയല്ലാതാകില്ലല്ലോ, അല്ലേ? അവളുടെ കഴുത്തിൽ താലി കിടക്കുന്നത് പോലെ വിരലോടിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞപ്പോൾ ഇക്കിളി പൂണ്ട് അവൾ ആ കൈകൾ പിടിച്ചു വെച്ചു. അപ്പം സാറ, അവളുടെ സ്ഥാനം എന്താ? നിദ്രയുടെ ചോദ്യത്തിൽ ദയനീയത മാത്രമായിരുന്നു. രുദ്രൻ്റെ കൈകൾ വിറച്ചു. അവനൊന്നും പറഞ്ഞില്ല. അവൾക്കുമൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നിദ്ര തന്നെ സ്വയം അവനിൽ നിന്നും ഇറങ്ങി സീറ്റിൽ ചെന്ന് നേരെ ഇരുന്നു കൊണ്ട് നിശ്വസിച്ചു. നിന്റെ പിന്നാലെ ഞാനുണ്ട്, ആരും നിന്നെ തൊടില്ല കോളേജിൽ. രുദ്രൻ വെറുതെ അവൾക്കൊരു ധൈര്യം കൊടുത്തു. നിദ്ര മുഖം വെട്ടിച്ച് അവനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ പറഞ്ഞോ വേണോന്ന്? രുദ്രന് അതിനുത്തരമില്ല. വെറുതെ എന്നെ ഈ കോളേജിൽ നിന്ന് എക്സ്പെൽ ചെയ്യിക്കരുത്. കുറച്ച് നാളുകൾ കൂടിയേ ഞാൻ നാട്ടിൽ കാണൂ. അത് കഴിഞ്ഞ് ഞാൻ രാജ്യം തന്നെ വിടും. അവിടെയും വരുമോ? വന്നെന്നെ സംരക്ഷിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ കുറഞ്ഞ കാലയളവിൽ മാത്രം എനിക്കാരുടെയും സംരക്ഷണം വേണ്ട. നിദ്ര തീർത്ത് പറഞ്ഞു. തന്നെ ഒഴിവാക്കി സാറെ തിരഞ്ഞെടുത്തതിലുള്ള ദേഷ്യം മാത്രമായിരുന്നു അവൾക്കിപ്പോൾ അവനോട്. നിദ്ര പ്രതീക്ഷിക്കാത്ത നേരത്തെ രുദ്രൻ അവളുടെ ഇരു കൈകളും അവൻ്റെ ഒറ്റക്കൈയാൽ കൂട്ടിയെടുത്ത് അവളെ തൻ്റെ നേർക്ക് തിരിച്ചു. നിദ്ര വിറയലോടെ അവനെ നേരിടാൻ ശ്രമപ്പെട്ടു. വരും, ഏത് കടലിൻ്റെ അടിയിൽ നീ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ തേടി വന്നെന്നിരിക്കും, രുദ്രൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. എന്തിന്? നിസ്സഹയായി നിദ്ര ചോദിച്ചു. എന്തിനാണ് ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്നത്? എന്നെ തഴഞ്ഞ് സാറയെ മതിയെന്ന് തീരുമാനിച്ചത് നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ടിപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ? നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. രുദ്രൻ്റെ ഹൃദയം പിടഞ്ഞുപോയി. അവൻ ആ കൈകൾ മെല്ലെ അയച്ചു കൊടുത്തപ്പോൾ ഊർന്നു വീണൊരു തുള്ളി കൈവിരൽ കൊണ്ട് തുടച്ചെടുത്തു നിദ്ര. എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല.
ഞാനൊരു വേട്ടയുടെ പിറകെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരും. അന്നേരം നീ എന്നെ കാത്തിരിക്കുമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം രുദ്രനുണ്ടായില്ല. ഞാൻ ഉണ്ടാകില്ല. ധൈര്യമായി നിങ്ങൾക്ക് വീട്ടിലേക്ക് കയറാം. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടേ ഞാൻ പോകൂ. നിദ്ര അവൻ്റെ വാക്കുകൾ പൂരിപ്പിച്ചു. അച്ഛനോ അമ്മയോ ആരുമല്ല, നീയാണ് എൻ്റെ ഹൃദയവേദന മുഴുവനെന്ന് അലമുറയിട്ട് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു രുദ്രന്. പക്ഷെ അതിനു മുന്നേ ഇറക്കി വയ്ക്കാൻ ഒരു ഭാരം കൂടി അവനുണ്ട്. സാറ, ഞാൻ കൊണ്ടുവിടാം നിന്നെ. രുദ്രൻ വണ്ടിയെടുത്തുകൊണ്ട് അവളുടെ കോളേജിൻ്റെ നേർക്ക് പായിച്ചു. അവരെ കാത്തുന്ന പോലെ മരച്ചുവട്ടിലിരിക്കുന്ന ഇന്ദ്രജിത്തിലേക്ക് രുദ്രൻ്റെ കണ്ണുകൾ പാഞ്ഞു. വണ്ടി നിർത്തി നിദ്ര ഇറങ്ങും മുൻപേ രുദ്രൻ ഒരിക്കൽ കൂടി അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഒരു ഭാഗത്തു നിന്നും ഒതുക്കി ഒതുക്കി വരികയാണ് ഞാൻ. ദൈവത്തെ ഓർത്ത് പുതിയ വള്ളികളൊന്നും തലയിൽ ചുമന്ന് വരല്ലേ പ്ലീസ്. രുദ്രൻ പറയുന്നത് കേട്ട് നിദ്ര ചുണ്ട് കൂർപ്പിച്ച് പരിഭവത്തോടെ അവനെ നോക്കി. നീ എവിടെ പോയാലും വലയാണല്ലോടി. ദേ ഇരിക്കുന്നു ഒരു വയ്യാവേലി. കണ്ണുകൾ കൊണ്ട് അവൾക്ക് ഇന്ദ്രജിത്തിൻ്റെ ഇരിപ്പ് കാണിച്ചു കൊടുത്തുകൊണ്ട് രുദ്രൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിലെ ഒരു പ്രേമത്തിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നതാണ്. ഇയാൾ എന്തിനാ അത് ഇടയ്ക്ക് കയറി നശിപ്പിച്ചത്? തിന്നുകയില്ല, തീറ്റിക്കുകയില്ല. നിദ്ര അവസാനം പിറുപിറുക്കും പോലെ പറഞ്ഞപ്പോൾ രുദ്രൻ ഒറ്റ കൈവച്ച് അവളുടെ കവിളിൽ വേദനിപ്പിക്കാതെ കുത്തിപ്പിടിച്ച് അവൻ്റെ നേർക്ക് കൊണ്ടുവന്നു. നിദ്രയുടെ കണ്ണുകൾ ഉരുണ്ടുപോയി. കൊന്നുകളയും ഞാൻ രണ്ടിനെയും, കേട്ടോടി. അങ്ങനെ ഇപ്പോൾ എൻ്റെ പുല്ല് ആരും തിന്നണ്ട, ഞാൻ തന്നെ തിന്നു തീർത്തോളാം. ദേഷ്യത്തിൽ പറഞ്ഞിട്ട് രുദ്രൻ അവളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിച്ചമർത്തി ഒരു ഉമ്മ കൊടുത്തു കവിളിൽ. ഇനിയും ഇവിടെ നിന്ന് ശരിയാകില്ല എന്ന് മനസ്സിലായതും നിദ്ര വേഗം കാലിൽ നിന്നും പുറത്തേക്ക് ചാടി. ഈശ്വര, എന്ത് ജന്മമാണോ ഇത്. ഇന്ദ്രജിത്ത് ഒരു പാവാണ് കേട്ടോ. അവനെയൊന്നും ചെയ്തേക്കല്ലേ. ഒരബദ്ധം പറ്റിയതാണ് അവന്. പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട എന്ന് കരുതി യാചനയോടെ രുദ്രനോട് കാറിൻ്റെ വെളിയിൽ നിന്ന് പറഞ്ഞിട്ട് നിദ്ര നടന്നു. നിദ്ര പോകുന്നത് നോക്കിയിരുന്ന ശേഷം രുദ്രൻ കൈകാട്ടി ഇന്ദ്രജിത്തിൻ്റെ ശ്രദ്ധ തന്നിലേക്ക് ക്ഷണിച്ചു. അത് പ്രതീക്ഷിച്ചതുപോലെ അവൻ രുദ്രൻ്റെ അടുത്തേക്ക് ചെന്നെടുത്തു. കാറിൽ കയറ്, രുദ്രൻ ഗൗരവത്തിൽ ആജ്ഞാപിച്ചു. ഇന്ദ്രൻ വേഗം അതനുസരിച്ചു. അതിനോടകം തന്നെ മെറിൻ വന്ന് അവരുടെ വീഡിയോ എല്ലാം ഇന്ദ്രനെ കാണിച്ചിരുന്നു. അതിൻ്റെ ഷോക്കിലായിരുന്നു ഇന്ദ്രൻ. ആ പോയതേ എൻ്റെ പെണ്ണ. രുദ്രൻ മുഖത്തൊന്നും കണ്ണുകൾ എടുക്കാതെ പറയുന്നത് കേട്ടപ്പോൾ ഇന്ദ്രനൊന്ന് പതറി. ഒരു നോക്കുകൊണ്ടുപോലും ഇനി അവൾക്ക് നിന്റെ ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഇതുവരെ ഉള്ളത് ഞാൻ ക്ഷമിച്ചു, അവൾ പറഞ്ഞതുകൊണ്ട് മാത്രം. ഇന്ദ്രജിത്ത് എന്ത് പറയുമെന്നൊന്നും അറിയാതെ കുഴങ്ങി. അന്യൻ്റെ ഭാര്യയെയാണ് താൻ മോഹിച്ചത് എന്നതിലുള്ള ചളിപ്പ് വേണ്ടുവോളം അവനിൽ പ്രകടമായി. നീയാണ് ഇനി അവളുടെ ലോക്കൽ ഗാർഡിയൻ ഇവിടുത്തെ. ഈ കോളേജിൽ അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും നീ നോക്കിക്കോളണം, കേട്ടോടാ. രുദ്രൻ അലർന്നതുപോലെ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അറിയാതെ തന്നെ തലയാട്ടി. നിന്റെ പെങ്ങളെ പോലെ കരുതി, അല്ലല്ല പെങ്ങൾ തന്നെയാ എന്ന് കരുതി വേണം ഇനി അവളെ നോക്കാൻ, മനസ്സിലായോ? രുദ്രൻ പൂർണ്ണമാക്കി. ഇന്ദ്രൻ ആ കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു. നിദ്ര ഇനി തൻ്റെ പെങ്ങളോ? ഇന്ദ്രനൊന്ന് തലത് ഉടഞ്ഞു. പക്ഷേ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴെല്ലാം സമ്മതിച്ചിട്ടായിരുന്നു ഇന്ദ്രൻ ഇറങ്ങിയത്. കുറച്ച് സമയം കൂടി അവിടെ കറങ്ങി നടന്നിട്ട് രുദ്രൻ തിരികെ പോയി. അവൻ്റെ തീക്കട്ട പോലെ ചൂട് പിടിച്ചിരുന്ന ഹൃദയം നിദ്രയെ കണ്ടത് മുതൽ തണുത്തു തുടങ്ങിയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണെങ്കിലും രുദ്രനെ കണ്ടതിൽ നിദ്രയ്ക്കും ആശ്വാസം തോന്നി. അതിൻ്റെ ഒരു പുഞ്ചിരിയും തെളിച്ചവും അവളുടെ മുഖത്തും ഉണ്ടായിരുന്നു.